ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2007 റിലീസ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് ദ സിൽവർ സർഫർ എന്ന സിനിമയുടെ കഥയാണ്. 2005 റിലീസ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമയുടെ നേരെ ബാക്കിയാണ് ഈ സിനിമ. അതുകൊണ്ട് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാം ഭാഗം കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ പാട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു ഗ്രഹം തകർന്നു പോകുന്നതാണ് കാണിക്കുന്നത്. ആ ഗ്രഹം പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ അതിനകത്തു നിന്നും എന്തോ ഒരു ലൈറ്റ് പുറത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അതിപ്പോ നേരെ പോകുന്നത് ഭൂമിയിലേക്കാണ്. അങ്ങനെ കുറെ നേരത്തെ സഞ്ചാരത്തിന് ശേഷം ജപ്പാനിലേക്കാണ് ആദ്യം ആ സാധനം എത്തിച്ചേരുന്നത്. അതിപ്പോ ജപ്പാനിലെ ഒരു കടലിന്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവിടെ മീൻപിടുത്തവുമായിട്ട് ഒരു ബോട്ട് പോകുന്നുണ്ട്. അതിൽ ആൾക്കാരും ആ സാധനത്തിനെ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് കടന്നുപോയി കഴിയുമ്പോൾ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കടലിലെ ആ ഏരിയ മൊത്തം ഐസായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ആ ലൈറ്റ് കടന്നു പോകുന്നത് ഈജിപ്തിലൂടെയാണ്. ഈജിപ്തിലെ പിരമിഡിന്റെ അടുത്തുകൂടെ. അവിടെയും കുറെ ടൂറിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. ആ സാധനം അതിലെ കടന്നുപോയി കഴിയുമ്പോൾ ആ ഏരിയ മൊത്തം ഐസായിട്ട് മാറി. ആൾക്കാർക്കൊക്കെ ഒരു ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അടുത്തതായിട്ട് ആ ലൈറ്റ് നേരെ പോകുന്നത് കാലിഫോർണിയ സിറ്റിയുടെ മുകളിലൂടെയാണ്. അതിലെ കടന്നുപോയി കഴിയുമ്പോൾ സിറ്റിയിലെ മൊത്തം കറണ്ടും അടിച്ചു പോവാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ടിവിയിൽ ഇങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഗ്ലോബൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അതിനുശേഷം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ റബ്ബർ മനുഷ്യനുണ്ടല്ലോ, മിസ്റ്റർ ഫാന്റാസ്റ്റിക് അല്ലെങ്കിൽ റീഡ് റിച്ചാർഡ്സ്, അവന്റെയും നമ്മുടെ ഇൻവിസിബിൾ വുമന്റെയും കല്യാണം നടക്കാൻ പോവാണ്. ഈ ഇൻവിസിബിൾ വുമന്റെ പേര് ഓർമ്മയുണ്ടല്ലോ, സൂസൻ എന്നാണ് അവളുടെ പേര്. ആ കല്യാണത്തെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആണ് ടിവിയിൽ രണ്ടാമതായിട്ട് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് എയർപോർട്ടിൽ നിൽക്കുകയാണ് ഫാന്റാസ്റ്റിക് ഫോറിലെ 4 പേരും. അവരിപ്പോ അവരുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ ന്യൂസ് കേൾക്കുന്നതോടൊപ്പം തന്നെ റീഡ് ആണെങ്കിൽ ന്യൂസ് പേപ്പറും ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ന്യൂസ് പേപ്പറിലും ഈ ഗ്ലോബൽ ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ടാണ് വാർത്ത മൊത്തം. അവനതൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി ഈ ഒരു കാരണം കൊണ്ട് അവരുടെ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോവോ എന്ന ടെൻഷനിലാണ് സൂസൻ. ആ കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ റീഡ് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കറിയാം ഈ കല്യാണം നിന്റെ സ്വപ്നമാണെന്ന്. നീ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കല്യാണം നടത്തും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിത് ഒരിക്കലും മാറ്റിവെക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് റീഡ് അവളെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവരവരുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം റീഡ് ഇപ്പം അവന്റെ ലാബിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ജോണി അങ്ങോട്ട് വരുന്നത്. റീഡ് അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയ എന്തോ ഒരു സാധനം മൂടിയിട്ടിട്ടുണ്ട്. ജോണി വന്ന ഉടനെ തന്നെ ഇതെന്താണ് സംഭവം എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇപ്പൊ അതെന്താണ് സംഭവം എന്ന കാര്യം റീഡ് പറയുന്നില്ല. അവനിപ്പോ ജോണിയെ വിളിച്ചോണ്ട് പോയിട്ട് മറ്റൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ നടക്കുന്ന ഗ്ലോബൽ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അതിന്റെ കാരണം ഒരു കോസ്മിക് റേഡിയേഷൻ ആണ്. ഈ ഫാന്റാസ്റ്റിക് ഫോറിലെ മുഴുവൻ ആൾക്കാർക്ക് ശക്തി കിട്ടാനുള്ള കാരണവും ഈ കോസ്മിക് റേഡിയേഷൻ തന്നെയാണ്. പക്ഷെ അതുപോലൊരു കോസ്മിക് റേഡിയേഷൻ കാരണമല്ല ഈ ഗ്ലോബൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റീഡ് ജോണിയുടെ അടുത്ത് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് അവൻ സംസാരിക്കുന്നത്. എന്നാൽ ജോണി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ കല്യാണമല്ലേ, നീ ബാച്ചലർ പാർട്ടി ഒന്നും നടത്തുന്നില്ല എന്നാണ്. എന്നാൽ ഈ റീഡിനെ സംബന്ധിച്ചിട്ട് അവൻ ഇതുപോലത്തെ ബാച്ചലർ പാർട്ടി ഒന്നും നടത്താൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ ആദ്യത്തിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ജോണി ആണെങ്കിൽ പല സെന്റിമെന്റ്സും പറഞ്ഞിട്ട് ആ ബാച്ചലർ പാർട്ടി നടത്തിയേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ്. അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ബാച്ചലർ പാർട്ടി നടത്താമെന്ന് റീഡ് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ് ഇപ്പൊ കടന്നു പോകുന്നത് ലാറ്റ്വേറിയയിലൂടെയാണ്. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ് നമ്മുടെ സ്റ്റാച്ചു ആയി പോയ വിക്ടറിനെ പൂട്ടിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ ഡൂമിനെ. നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് പാർട്ടിൽ അവൻ സ്റ്റാച്ചു ആയി പോയതാണ്. എന്നാൽ ഇപ്പൊ ആ ലൈറ്റ് അതിലെ കടന്നു പോകുമ്പോൾ അവന് വീണ്ടും ജീവൻ വെച്ചു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. മിലിറ്ററി ജനറൽ ഇപ്പം സൂസനെ കാണാൻ വേണ്ടി അവളുടെ ഫ്ളാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ സൂസൻ മാത്രമേ അവിടെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റീഡിന്റെ ബാച്ചലർ പാർട്ടിയിലാണ്. ജനറൽ സൂസന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് റീഡിനെ ഒന്ന് കാണണമെന്നാണ്. വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൂസൻ അവളെയും വിളിച്ചുകൊണ്ട് നേരെ റീഡിന്റെ ബാച്ചലർ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ റീഡും ടീമും ആ ബാച്ചലർ പാർട്ടി ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു പാർട്ടി വെക്കാനെന്ന് അവന് തീരെ ആഗ്രഹമില്ലായിരുന്നു. എങ്കിലും ഇപ്പൊ റീഡാണെങ്കിൽ അവിടെയുള്ള പെമ്പിള്ളേരുടെ കൂടെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് സൂസൻ ജനറലിനെയും ടീമിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ ജനറൽ ഫാന്റാസ്റ്റിക് ഫോറിലെ 4 പേരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ജനറൽ ഇപ്പൊ സംസാരിക്കുന്നത്. ചില സാറ്റലൈറ്റ് ഫോട്ടോസും അവർ റീഡിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ചെക്ക് ചെയ്യുമ്പോൾ സ്പേസിലൂടെ കടന്നു പോകുന്ന ആ ലൈറ്റ് ആണ് അവൻ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ അതൊരു ഉൽക്കയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ അത് സ്വന്തം എനർജി വെച്ചിട്ടാണ് സ്പേസിലൂടെ കടന്നു പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് ഉൽക്കയല്ല. അടുത്തതായിട്ട് അവർ കാണിച്ചു കൊടുക്കുന്നത് ഒരു വലിയ ഗർത്തത്തിന്റെ ഫോട്ടോയാണ്.
നല്ല വലുപ്പവും നല്ല ആഴവും ഉണ്ട് ആ കുഴിക്ക്. ഭൂമിയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ കുഴി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സ്പേസിലൂടെ കടന്നുപോയ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ആ കുഴിയുടെ കാര്യം കൂടെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ കണ്ടെത്താൻ നീ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ജനറൽ റീഡിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. നിങ്ങളുടെ സാറ്റലൈറ്റിൽ ഒരു സെൻസർ പിടിപ്പിച്ചാൽ മതി. പക്ഷെ എനിക്കിപ്പം ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കത്തില്ല, കാരണം എന്റെ കല്യാണമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഫിസിക്സ് പ്രൊഫസറായ ജെഫ് വാഗ്നർ ചെന്ന് കാണും. പുള്ളിക്ക് ആ സെൻസർ ഉണ്ടാക്കി തരാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് റീഡ് ജനറലിനെയും ടീമിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. റീഡ് അവരെ സഹായിക്കാത്തതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെയാണ് ജനറലും ടീം അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം തന്നെ ഡോക്ടർ ഡോം ആണെങ്കിൽ വേറൊരുത്തിന് വെച്ചിട്ട് അയാളുടെ ശരീരത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നാൽ പാവം മനുഷ്യൻ ഡോമിന്റെ കാര്യങ്ങളൊക്കെ അയാൾ റെഡിയാക്കി കൊടുക്കുമെങ്കിലും ഡോം നോർമൽ അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ ഉടനെ തന്നെ അയാൾ ഷോക്ക് അടിപ്പിച്ചിട്ട് ആ മനുഷ്യനെ കൊന്നുകളയാണ്. ഇതേ സമയം തന്നെ റീഡ് ആണെങ്കിൽ മറ്റൊരു പണിയിലാണ്. നേരത്തെ ജനറലിന്റെ അടുത്ത് ആ സെൻസർ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം സൂസൻ അവിടെ നിന്നുകൊണ്ടാണ്. ഇനി അവനെങ്ങാനും ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കാരണം കല്യാണം എങ്ങാനും മുടങ്ങിപ്പോവോ എന്ന ടെൻഷൻ അവക്കുണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്ത് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പം റീഡ് ആണെങ്കിൽ ആ സെൻസർ ഉണ്ടാക്കുന്ന പണിയിലാണ്. അതിനിടയിലാണ് ബെന്നും ജോണി അങ്ങോട്ട് വരുന്നത്. അവരങ്ങോട്ട് വന്നപ്പോൾ തന്നെ റീഡ് ആ സെൻസർ ഉണ്ടാക്കുകയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ റീഡിന്റെയും സൂസന്റെയും കല്യാണ ദിവസമായി. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ റീഡ് ആണെങ്കിൽ ആ സെൻസറിന്റെ പണിയിൽ തന്നെയാണ്. അവൻ അതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ അത് ഓണാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ ഒബ്ജക്റ്റ് അതിലെ കടന്നുപോയി കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും അതിന്റെ ലൊക്കേഷൻ അവർക്ക് അലേർട്ടായിട്ട് വരും. ആ കാര്യങ്ങളൊക്കെ റീഡ് ഇപ്പൊ ജനറലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സമയം ഡോക്ടർ ഡൂമും ആ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് സംഭവം എന്നറിയേണ്ടത് ഇപ്പൊ ഡൂമിന്റെയും കൂടെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ റീഡിന്റെയും സൂസന്റെയും കല്യാണത്തിന് സമയമായി. ആ ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റീഡിന് ഒരു അലേർട്ട് വരുന്നത്. അതോടുകൂടെ അവന്റെ കയ്യിലുള്ള ഡിവൈസ് അടിച്ചു പോവുകയും ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള അലേർട്ടാണ് അതിൽ കാണിച്ചത്. അവന്റെ കയ്യിലുള്ള ഡിവൈസ് മാത്രമല്ല, ആ ഏരിയയിലുള്ള മുഴുവൻ ഇലക്ട്രോണിക് സാധനങ്ങളും അടിച്ചു പോകുന്നുണ്ട്. ഈ സമയം അവിടെ ഒരു ഹെലികോപ്റ്റർ നിൽക്കുന്നുണ്ട്. ഇവരുടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന പോലീസുകാരുടെ ഹെലികോപ്റ്ററാണത്. അതിന്റെയും പവറൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ വിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. ആ ഹെലികോപ്റ്റർ നേരെ വരുന്നത് അവിടെ നിൽക്കുന്ന രണ്ടാൾക്കാരുടെ നേർക്കാണ്. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ റീഡ് ആണെങ്കിൽ അവന്റെ കൈ നീട്ടിയിട്ട് ആ രണ്ടാൾക്കാർ അവിടെ നിന്ന് രക്ഷിക്കുന്നു. പക്ഷെ ആ ഹെലികോപ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സൂസൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പവർ വെച്ചിട്ട് ആ ഹെലികോപ്റ്ററിനെ തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവൾ അതിന് ശ്രമിക്കുമ്പോൾ ആ ഹെലികോപ്റ്റർ പുറകിലേക്ക് കറങ്ങിയിട്ട് അതിന്റെ വാൽഭാഗം നേരെ വരുന്നത് അവിടെ നിൽക്കുന്ന ബെന്നിന്റെ ഗേൾഫ്രണ്ടായ അലീഷയുടെ നേർക്കാണ്. അവൾക്ക് കണ്ണ് കാണത്തില്ലല്ലോ. എന്നാൽ അതിന്റെ വാൽഭാഗം അവളുടെ ശരീരത്തിലേക്ക് ഇടിക്കുമ്പോഴേക്കും ബെൻ അങ്ങോട്ട് വന്നിട്ട് ആ ഹെലികോപ്റ്ററിന്റെ വാലിൽ പിടിച്ചു. അതിനുശേഷം അവനത് മുറിച്ചു കളയാണ്. ഈ സമയത്താണ് റീഡും കൂട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആ ഒബ്ജക്റ്റ് ആയിരുന്നു. അത് അതിനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഫ്ലെയിം ഓൺ എന്നും പറഞ്ഞിട്ട് ജോണി പെട്ടെന്ന് തന്നെ ആ ഒബ്ജക്റ്റിന്റെ പുറകെ പറക്കാൻ തുടങ്ങി. കുറെ നേരം അവൻ അതിനെ ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തി ജോണി അതിനെ പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ സാധനം തിരിഞ്ഞിട്ട് ജോണിയുടെ കഴുത്തിന് പിടിക്കുന്നത്. ആ ഒബ്ജക്റ്റ് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ജോണിയെ പിടിച്ചതിന് ശേഷം ആ മനുഷ്യൻ ജോണിയെ കൊണ്ട് നേരെ പോകുന്നത് സ്പേസിലേക്കാണ്. അങ്ങനെ സ്പേസിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് ജോണിയെ താഴേക്കിടുകയും ചെയ്യുന്നു. അങ്ങനെ ജോണി നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള ഒരു മരുഭൂമിയിലാണ്. അങ്ങനെ ജോണിയെ പിടിച്ച് താഴേക്കിട്ട് കഴിയുമ്പോഴാണ് ആ മനുഷ്യൻ അങ്ങ് ദൂരെയായിട്ട് ഒരു പ്രകാശം കാണുന്നത്. ഈ സമയം അത് സ്വയം സംസാരിക്കാൻ തുടങ്ങി. മറ്റൊരു ലോകം എന്നെ കാത്തിരിക്കുന്നു, എനിക്ക് ഉടനെ തന്നെ വന്ന ജോലി ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ നേരെ ഭൂമിയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ജോണി ഇപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ഇപ്പൊ ഒരു മീറ്റിംഗിലാണ്. ആ സാധനം സഞ്ചരിക്കുന്നത് ഒരു സർഫറിന്റെ മുകളിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരതിന് പേര് കൊടുക്കുന്നത് സിൽവർ സർഫർ എന്നാണ്. ആ സിൽവർ സർഫറിന് മാറ്ററിനെയും എനർജിയെയും കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഭൂമിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ആ സെൻസർ അത് നശിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അതിനെ ട്രാക്ക് ചെയ്യാൻ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭൂമിക്ക് തന്നെ ആപത്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഡിസ്കഷന് ശേഷം ജനറലും ടീമും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സൂസൻ നേരെ റീഡിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവളിപ്പോ വല്ലാത്ത വിഷമത്തിലാണ്. ഏത് സമയം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാണല്ലോ റീഡ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഫാമിലി ഉണ്ടാക്കുക എന്നൊക്കെയാണ് അവൾ വിഷമത്തോടെ ചോദിക്കുന്നത്. പക്ഷെ അവളുടെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ റീഡിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയം ഞാൻ ജോണി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ജോണിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ജോണി ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ അവന്റെ കൺട്രോൾ വിട്ട് നേരെ താഴേക്ക് വീഴുന്നത്. അത് കണ്ട ഉടനെ തന്നെ സൂവും വേഗം പുറത്തേക്ക് ഓടുന്നു. ഈ സമയം കുറെ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. നിനക്കിത് എന്തു പറ്റി ജോണി എന്നാണ് സൂസൻ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല, ആ സിൽവർ സർഫറിന്റെ അടുത്തേക്ക് പോയതിനു ശേഷം എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉടനെ തന്നെ ചെക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സൂസൻ അവന്റെ നെറ്റിയിലൊന്ന് തൊടുന്നു. അങ്ങനെ അവൾ അവനെ ടച്ച് ചെയ്ത ഉടനെ തന്നെ അവളുടെ ശരീരത്തിന് തീ പിടിക്കുകയാണ്. അതോടുകൂടെ അവൾ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ജോണിക്കും ടെൻഷനായി. അവൻ അവളെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓൺ എന്ന് പറയാണ്.
എന്നാൽ ഇത്തവണ അവന്റെ ശരീരത്തിൽ തീ കത്തുന്നതിന് പകരം അവൻ അദൃശ്യനായി പോവാണ്. അതെ, അവൾ അവനെ ടച്ച് ചെയ്തപ്പം അവരുടെ പവേഴ്സ് സ്വിച്ചായി. ഇപ്പൊ ജോണിക്ക് ഇൻവിസിബിൾ ആവാനുള്ള കഴിവും അവൾക്ക് അവളുടെ ശരീരത്തിൽ തീ കത്താനുള്ള പവറുമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളിപ്പോ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ ഉയർന്ന് നേരെ അവരുടെ ഫ്ളാറ്റിന്റെ അടുത്തെത്തി. ഈ സമയം റീഡും അത് കാണുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി. നിനക്കിത് എന്താണ് പറ്റിയത് എന്നൊക്കെ അവൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അതേക്കുമ്പോ ഞാൻ ജോണിയുടെ ശരീരത്തിൽ നിന്ന് തൊട്ടതാണ്, അതിനുശേഷം എങ്ങനെയായി പോയി എന്നാണ് അവള് പറയുന്നത്. അതേക്കുന്ന റീഡാണെങ്കിൽ എന്നെ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ ജോണിയുടെ അടുത്ത് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ ജോണി ഓടി ചെന്നിട്ട് അവളെ വീണ്ടും ടച്ച് ചെയ്യുന്നു. അതോടുകൂടെ അവരുടെ പവേഴ്സ് വീണ്ടും സ്വിച്ചായി. അങ്ങനെ അവനിപ്പം പഴയതുപോലെ തന്നെ അവന്റെ പവർ തിരിച്ചു കിട്ടി. ഈ സമയം അവളാണെങ്കിൽ നേരെ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ശരീരത്തിൽ തീ പിടിച്ചുകൊണ്ട് അവളുടെ ഡ്രസ്സൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. ആൾക്കാരാണെങ്കിൽ അവിടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഇൻവിസിബിൾ ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ റീഡ് സൂസനെയും കൂട്ടരെയും കൂട്ടി നേരെ അവന്റെ ലാബിലെത്തി. അതിനുശേഷം അവൻ അവളുടെ ബ്ലഡ് പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ അവളുടെ മോളിക്യൂൾസിനൊന്നും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ആ സിൽവർ സർഫറുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം ജോണിയുടെ ശരീരത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സൂസൻ അവനെ ടച്ച് ചെയ്തപ്പം അവരുടെ പവേഴ്സ് പരസ്പരം സ്വിച്ച് ആയത്. ഈ കാര്യങ്ങളൊക്കെയാണ് റീഡ് ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഇങ്ങനെ പവേഴ്സ് സ്വിച്ച് ആയതൊന്നും ബെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബെന്ന് ജോണിയുടെ ശരീരത്തിൽ നിന്ന് തൊട്ടു. അതോടുകൂടെ അവരുടെയും പവേഴ്സ് സ്വിച്ചായി. ഇപ്പൊ ബെന്നിനാണ് ജോണിയുടെ പവർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പവേഴ്സ് ഒക്കെ സ്വിച്ച് ആയപ്പം അവന്റെ രൂപത്തിലും മൊത്തം മാറ്റം വന്നു. ബെന്നിപ്പം അവന്റെ യഥാർത്ഥ രൂപത്തിലാണ്. കുറെ നാളായി അവൻ അവന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി. എന്നാൽ ജോണിയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. അവനിപ്പം ആ പാറ മനുഷ്യനായിട്ടുണ്ട്. അവന്റെ രൂപം കണ്ണാടിയിൽ നോക്കുമ്പോൾ വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വേഗം ചെന്നിട്ട് ബെന്നിനെ ഒന്നുകൂടെ ടച്ച് ചെയ്യാണ്. അങ്ങനെ അവരുടെ പവേഴ്സ് പരസ്പരം സ്വിച്ച് ആവുകയും ചെയ്തു. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജോണിയുടെ ശരീരത്തിൽ ആർക്കും ടച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അവരുടെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സൂസൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് TV കാണാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അവരുടെ കല്യാണം മുടങ്ങി. മാത്രമല്ല ടിവിയിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂടെ ആയപ്പോൾ അവൾക്ക് വല്ലാതെ ടെൻഷൻ ആയിട്ടുണ്ട്. ഈ സമയത്താണ് റീഡ് അങ്ങോട്ട് വരുന്നത്. അവള് വല്ലാത്ത ടെൻഷനിലാണെന്ന് മനസ്സിലാവുമ്പോൾ റീഡ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അതായത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം നീ നല്ല വിഷമത്തിലാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നത്തിന് നമുക്കൊരു അവസാനം കണ്ടെത്തണം. അതിനുശേഷം നമുക്ക് ഈ സൂപ്പർ ഹീറോ പരിപാടിയൊക്കെ വിട്ടിട്ട് ഒരു നോർമൽ ലൈഫിൽ ജീവിക്കാം. ഞാൻ എന്റെ ഈ റിസർച്ചൊക്കെ മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. പക്ഷെ നമ്മുടെ ഈ ഒരു തീരുമാനം ബെന്നിന്റെ അടുത്തും ജോണിയുടെ അടുത്തും ഇപ്പൊ പറയണ്ട എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റീഡ് അവളുടെ അടുത്ത് പറയുന്നത്. അവൻ അങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. എന്നാൽ ഇവരറിയാതെ ഇതെല്ലാം ജോണിയും തൊട്ടപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അവരുടെ ആ തീരുമാനം കേൾക്കുമ്പോൾ അവന് വല്ലാത്തൊരു നിരാശയാണ് തോന്നുന്നത്. ഇതേ സമയം തന്നെ ഡോക്ടർ ഡൂം ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു മഞ്ഞുമലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗർത്തത്തിന്റെ അടുത്തേക്കാണ്. അതിനകത്തായിരുന്നു ആ സിൽവർ സർഫർ ഉണ്ടായിരുന്നത്. ഡൂം അങ്ങോട്ട് ചെന്നപ്പോൾ ആ സിൽവർ സർഫർ ആ ഗർത്തത്തിൽ നിന്ന് മുകളിലേക്ക് വന്നു. ഡൂമിന് അവന്റെ പവറൊക്കെ തിരിച്ചു കിട്ടിയെങ്കിലും അവന്റെ ശരീരത്തിലുണ്ടായിട്ടുള്ള ആ മുറിവുകളൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല. ഇപ്പൊ ഡൂം അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം നീ ഈ ഭൂമിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടത്താൻ പോവാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കും ചില പ്ലാനുകളുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അത് ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം എന്നാണ് ഡൂം സിൽവർ സർഫറിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ സിൽവർ സർഫർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അവന്റെ ആ പെരുമാറ്റം കാണുമ്പോൾ ഡൂമിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ ഉടനെ തന്നെ ആ സിൽവർ സർഫറിനെ നേരെ ഫയർ ചെയ്യുന്നു. അത് ദേഹത്ത് തട്ടുമ്പോൾ സിൽവർ സർഫറിനും ദേഷ്യം വരാൻ തുടങ്ങി. അവനും തിരിച്ച് ഫയർ ചെയ്യുന്നു. അതിൽപ്പെട്ട് ഡൂം ആണെങ്കിൽ അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. എന്നാൽ സിൽവർ സർഫർ അവന് നേരെ ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിൽ ആ മുറിവുകളൊക്കെ ഉണങ്ങാൻ തുടങ്ങി. അതെല്ലാം കണ്ട് ഡൂം ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിലിരിക്കുകയാണ്. ഈ സമയം ജോണി നേരെ പോയിരിക്കുന്നത് ബെന്നിന്റെ അടുത്തേക്കാണ്. ബെന്നിന്റെ അടുത്ത് എത്തിയ ഉടനെ തന്നെ ജോണി അവിടെ ഒളിഞ്ഞു നിന്ന് കേട്ട കാര്യമാണ് ബെന്നിന്റെ അടുത്ത് പറയുന്നത്. അതായത് റീഡും സൂസനും ഈ ഫാന്റാസ്റ്റിക് ഫോറിൽ നിന്ന് ഒഴിവാവാൻ പോവാണ്. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ബെന്നിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഈ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ടാക്കിയത് നമ്മൾ 4 പേര് ഒരുമിച്ച് ചേർന്നിട്ടല്ലേ? എന്നിട്ട് ഈ കാര്യം എന്താണ് അവര് നമ്മളെ അറിയിക്കാത്തത് എന്നാണ് ബെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നത്. ഈ സമയം അതിന് മറുപടി പറയുന്ന അലീഷയാണ്. നീ എന്തിനാണ് ബെൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് അവരുടെ തീരുമാനമല്ലേ? ഒരുപക്ഷെ അവർക്ക് ഇതൊക്കെ മടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു തീരുമാനം കേട്ട് ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അലീഷ പറയുന്നത്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റീഡ് അങ്ങോട്ട് വരുന്നത്. അത്യാവശ്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് റീഡ് അവരെ മറ്റൊരു റൂമിന്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. റീഡ് ഇപ്പം ആ സിൽവർ സർഫറിനെ കുറിച്ചിട്ട് ചില ഇൻഫർമേഷൻ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സിൽവർ സർഫർ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് വേറെയും പല ലോകങ്ങളിൽ പോയിട്ടുണ്ട്. എന്നാൽ അവൻ ആ ലോകങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ലോകങ്ങളെല്ലാം നശിച്ചുപോയി. അങ്ങനെ ആ ലോകങ്ങളുടെ ഒക്കെ പണി തീർത്തിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഭൂമി നശിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് തടഞ്ഞേ പറ്റൂ എന്നാണ് റീഡ് എല്ലാവരുടെ അടുത്തും പറയുന്നത്. അങ്ങനെ അവർ ഉടനെ തന്നെ ഇപ്പോൾ ആ സിൽവർ സർഫർ എവിടെയാണുള്ളത് എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ലണ്ടനിലാണ് അവനുള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ ഉടനെ തന്നെ ലണ്ടനിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ലണ്ടനിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് സ്ഥലം. അവിടെ ഒരു ലേക്ക് ഉണ്ട്.
സിൽവർ സർഫർ ഇപ്പോൾ ആ ലേക്കിന്റെ നടുവിലായിട്ട് വലിയൊരു ഗർത്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു ജയന്റ് വീലുണ്ട്. അതിന്റെ കണക്ഷൻ വിട്ട് അതിപ്പോ താഴേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് ഒക്കെ പേടിച്ചുറക്കെ നിലവിളിക്കുകയാണ്. ഈ സമയത്താണ് ഫാന്റാസ്റ്റിക് ഫോർ അങ്ങോട്ട് വരുന്നത്. അവിടേക്ക് ലാൻഡ് ആയ ഉടനെ തന്നെ സൂസൻ വേഗം ചെന്നിട്ട് അവളുടെ പവർ വെച്ച് ആ ജയന്റ് വീലിനെ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ബെൻ അങ്ങോട്ട് ചെന്നിട്ട് ആ ജയന്റ് വീലിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട്. ഈ സമയം റീഡ് ആണെങ്കിൽ നേരെ ആ ജയന്റ് വീലിന്റെ മുകളിലേക്ക് കയറി അവന്റെ ശരീരം മൊത്തം വലിച്ചു നീട്ടി ഒരു കയറ് പോലാക്കിയിട്ട് ആ ജയന്റ് വീലിനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഗർത്തത്തിൽ നിന്നും ആ സിൽവർ സർഫർ മുകളിലേക്ക് വരുന്നത്. അവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അത് അവിടെ നിന്ന് പറന്നു പോവാണ്. എന്നാൽ അത് കണ്ട ഉടനെ ജോണി അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ജോണി ഇപ്പൊ പോകുന്നത് ആ ജയന്റ് വീലിന്റെ ഇടയിലൂടെയാണ്. ആ പോകുന്ന വഴിക്ക് അവന്റെ ശരീരം റീഡിന്റെ ശരീരത്തിൽ ടച്ചായി. അതോടുകൂടെ അവരുടെ പവേഴ്സ് മൊത്തം സ്വിച്ച് ആവുകയും ചെയ്തു. ഇപ്പൊ റീഡ് ഹ്യൂമൻ ടോർച്ചായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് അവന്റെ ശരീരം മൊത്തം തീ കത്താൻ തുടങ്ങി. ജോണി ആണെങ്കിൽ ആ റബ്ബർ മനുഷ്യനായിട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം സൂസൻ ആണെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെട്ട് ആ വീല് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ബെൻ ആണെങ്കിൽ റീഡിന്റെ നിർദ്ദേശപ്രകാരം ആ വീല് പൊക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അത് പൊക്കി അത് കണക്ട് ചെയ്യേണ്ട ഭാഗത്തിന്റെ അടുത്തെത്തിച്ചു. ഈ സമയം റീഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജോയിന്റിലേക്ക് ഫയർ ചെയ്തിട്ട് ആ ജയന്റ് വീൽ അവിടെ വെൽഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ തൽക്കാലം അവർ ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമാധാനമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ റീഡ് താഴേക്ക് വന്നിട്ട് ജോണിയുടെ ശരീരത്തിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. അതോടുകൂടെ അവരുടെ പവേഴ്സ് ഒക്കെ സ്വിച്ച് ആവുകയും ചെയ്തു. ഈ സമയത്താണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടുത്തെ ആ ലേക്കിലെ വെള്ളം മൊത്തം വറ്റി. അവിടെ ഇപ്പോൾ ഉള്ളത് വലിയൊരു കുഴി മാത്രമാണ്. അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം എല്ലാവരും ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ജനറൽ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഫാന്റാസ്റ്റിക് ഫോറിന് ഈ ഒരു മിഷനിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട, ഇനി ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നാണ് ജനറൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ജനറൽ ഈ പറയുന്നത്? ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോവാണോ നിങ്ങൾ? അങ്ങനെ വരുമ്പോൾ എത്ര പേരുടെ ജീവനാണ് ഇല്ലാതാവുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം താ, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തി തരാം എന്നാണ് റീഡ് പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡോക്ടർ ഡൂം അങ്ങോട്ട് വരുന്നത്. അയാൾ ജീവനോടെ വരുന്ന കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. ഈ സമയം ബെന്നനാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ ഓടി ചെന്നിട്ട് ഡൂമിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. എന്നാൽ ജനറൽ പറഞ്ഞിട്ടാണ് ഡൂം അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെൻ അവനെ വിടുകയും ചെയ്തു. ഈ സമയം ഡൂം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ആ ഏലിയനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവന്റെ ഉദ്ദേശം ഈ ഭൂമി നശിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഫാന്റാസ്റ്റിക് ഫോറിനെ തീരെ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ കൂടാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് ഡൂം പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഡിനും അവനെ കൂടെ ചേർക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ഗവൺമെന്റ് മൊത്തം ഇപ്പോൾ ഈ ഡൂമിന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ റീഡിനാണെങ്കിൽ ഡൂമിനെ ഒഴിവാക്കാനും പറ്റത്തില്ല. അങ്ങനെ ഡൂം ഉടനെ തന്നെ അവരെ വേറൊരു റൂമിലേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. നേരത്തെ ഡൂം ആ ഏലിയനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ ഡൂം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിഷ്വൽസ് ആണ് ഇപ്പോൾ അവൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആ ഏലിയൻ എന്നെ ഫയർ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവന്റെ ആ എനർജി മൊത്തം വരുന്നത് അവൻ നിൽക്കുന്ന ആ ബോർഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറയാം. ആ ഏലിയൻ ആ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. പക്ഷെ അവൻ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. അതിനുള്ള ഒരു വഴി കണ്ടെത്തേണ്ടത് നിങ്ങളാണ് എന്നാണ് ഡൂം ഫാന്റാസ്റ്റിക് ഫോറിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം റീഡ് ആ കാര്യത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ ഏലിയൻ ആ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അവനിപ്പോൾ ഒരു ഡിവൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ടെക്യോൺ ഡിവൈസ് ആണ്. ആ സിൽവർ സർഫർ വരുന്ന സ്ഥലത്ത് ഈ ഡിവൈസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ശക്തി കാരണം അവൻ ആ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ ഡിവൈസിന്റെ സെറ്റപ്പ്. അങ്ങനെ ആ ഡിവൈസിന്റെ ഒക്കെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അവർ ജർമ്മനിയിലെ ഒരു കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് റീഡും കൂട്ടരും ജനറലിന്റെ അടുത്തേക്ക് വരുന്നത്. നോക്ക് ജനറൽ, ഞങ്ങൾക്ക് ഇവിടുത്തെ 1 മൈൽ പ്രദേശം വിട്ടു തരണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് റീഡ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല റീഡ്, നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ഒരു അവസരം തന്നതാണ്. പക്ഷെ നിങ്ങൾ അതിൽ ഫെയിലായി. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഓപ്പറേഷനാണ്. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ ടീമിൽ കളിക്കുന്ന വെറും പ്ലേയേഴ്സ് ആണ് നിങ്ങൾ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുട്ബോളൊക്കെ കളിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ കളിക്കാരായിട്ട് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് നിന്നാ മതി. ഓ ശരിയാ, നിന്നോട് ഫുട്ബോളിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ അതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ജനറൽ സംസാരിക്കുന്നത്. എന്നാൽ റീഡും വിട്ടുകൊടുക്കുന്നില്ല. ശരിയാണ് ജനറൽ നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഈ ഫുട്ബോളൊന്നും കണ്ടിട്ടില്ല. എന്റെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ കളിക്കുമ്പോൾ ഞാൻ റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? പഠനമൊക്കെ കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള തല എന്റേതായിട്ട് മാറി. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് കൂടുതൽ പറയാൻ നിൽക്കണ്ട. പിന്നെ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്താവശ്യം വരുമ്പോഴും നിങ്ങൾ എന്റെ അടുത്തേക്കല്ല ഓടി വരാറുള്ളത്. അതുകൊണ്ട് എന്നോട് എന്റെ ടീമിനോട് സംസാരിക്കുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം എന്നാണ് റീഡ് പറയുന്നത്. എന്നാൽ അതിനൊരു മറുപടി പറയാൻ ജനറലിനെ കൊണ്ട് സാധിക്കുന്നില്ല. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ജനറൽ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ റീഡും കൂട്ടരും ആ ഡിവൈസുമായിട്ട് അവിടെ കാട്ടിലുണ്ടായിരിക്കുന്ന ഒരു ഗർത്തത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവരുടെ കയ്യിൽ 4 ഡിവൈസ് ഉണ്ട്.
ഇത് 4 ഭാഗത്ത് സ്ഥാപിക്കണം. അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബെൻ അവന്റെ ആ ഡിവൈസ് അവിടെ സ്ഥാപിച്ചത് ഓണാക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു വലിയ കരടി അങ്ങോട്ട് വരുന്നത്. അത് ബെന്നിനെ നോക്കി ഉറക്കെ അലറാൻ തുടങ്ങി. എന്നാൽ ബെന്നെ വിട്ടുകൊടുക്കുന്നില്ല. അവനും അതേപോലെ തന്നെ ആ കരടിയെ നോക്കി ഒന്ന് അലറുന്നു. അത് കാണുന്ന കരടിയാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ 3 ഡിവൈസുകൾ ഓണാക്കി. ഇനിയിപ്പോ ഓണാക്കാനുള്ളത് സൂസന്റെ ഡിവൈസ് ആണ്. അവൾ അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിൽവർ സർഫർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അതങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ അത് ഓണാക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം ആ സിൽവർ സർഫർ അവളുടെ തൊട്ടടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ സൂസൻ അവളുടെ പവർ വെച്ച് അവളുടെ മുന്നിലായിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കി. എന്നാൽ സിൽവർ സർഫറിന്റെ മുന്നിൽ അതൊന്നും വർക്കാവുന്നില്ല. അവൻ ഈസി ആയിട്ട് തന്നെ ആ ഷീൽഡിന്റെ അപ്പുറത്തേക്ക് തലയിട്ടു. അപ്പൊ അവന്റെ മുന്നിൽ തന്റെ പവർ ഒന്നും വർക്കാവത്തില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ഈ സമയം അവൾ അവന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഞങ്ങളുടെ ഗ്രഹം തകർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് മറ്റൊരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് സർഫർ അതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും റീഡ് അവളുടെ അടുത്തേക്ക് എത്തി. മറ്റൊരു ചോയ്സ് ഇല്ലാന്നോ? നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? എല്ലാ കാര്യത്തിനും എപ്പോഴും ഒരു ചോയ്സ് ഉണ്ടായിരിക്കും, അവൾ മറുപടി പറയുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ ഇല്ല, അങ്ങനെ എല്ലാ കാര്യത്തിനും എപ്പോഴും ചോയ്സ് ഉണ്ടാവത്തില്ല എന്നാണ് സർഫർ മറുപടി പറയുന്നത്. ഈ സമയം അവൾ വീണ്ടും ചോദിക്കുന്നത് നീ എന്തിനാണ് ഞങ്ങളുടെ പ്ലാനറ്റ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. അത് കേൾക്കുമ്പോൾ ഞാനല്ല യഥാർത്ഥ ഡെസ്ട്രോയർ എന്നാണ് സിൽവർ സർഫർ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജനറലിന്റെ നിർദ്ദേശപ്രകാരം അവരൊരു മിസൈൽ ഫയർ ചെയ്യുന്നത്. അത് നേരെ സൂ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ അത് കണ്ട ഉടനെ ആ സിൽവർ സർഫർ ആണെങ്കിൽ സൂവിനെ കവർ ചെയ്താണ് നിൽക്കുന്നത്. അതായത് അവൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അവൻ അവന്റെ ബോർഡ് വെച്ചിട്ട് ആ മിസൈൽ തകർക്കുകയും ചെയ്യുന്നു. ഈ സമയം മിലിറ്ററിക്കാർ വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ മിസൈലുകളൊക്കെ സിൽവർ സർഫർ ഈസി ആയിട്ട് തകർത്ത് കളയുന്നു. മാത്രമല്ല പട്ടാളക്കാരുടെ മുഴുവൻ വണ്ടികൾ അവൻ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിൽവർ സർഫർ മിലിറ്ററിക്കാരുമായിട്ടുള്ള ആ ഫൈറ്റിനിടയിൽ സൂ ആണെങ്കിൽ അവളുടെ ഡിവൈസ് ഓണാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഡിവൈസുകളും ഓണായി കഴിയുമ്പോൾ അവിടെ നിന്നൊരു എനർജി വരാൻ തുടങ്ങി. അതിന് നേർക്കാണ് ആ സിൽവർ സർഫർ വരുന്നത്. അതോടൊപ്പം തന്നെ അവൻ അവന്റെ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് താഴേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ താഴേക്ക് വീണ് കഴിയുമ്പോൾ സർഫർ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ഡോക്ടർ ഡൂം അങ്ങോട്ട് വന്നിട്ട് അവന്റെ ശരീരത്തിലേക്ക് ഷോക്ക് അടിപ്പിക്കുന്നത്. അതോടുകൂടെ സർഫറിന്റെ ബോധം പോവുകയും ചെയ്തു. അങ്ങനെ അവനെ ബോധം കെടുത്തി കഴിയുമ്പോൾ ഡോക്ടർ ഡൂം ശ്രദ്ധിക്കുന്നത് അവന്റെ ആ ബോർഡാണ്. എന്നാൽ അവൻ അത് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഫാന്റാസ്റ്റിക് ഫോർ എല്ലാവരും അങ്ങോട്ട് എത്തി. അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും ആ സിൽവർ സർഫറിനെയും പൊക്കിയെടുത്തിട്ട് സൈബീരിയയിലുള്ള അവരുടെ ഒരു മിലിറ്ററി ബേസിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആ സിൽവർ സർഫറിനെ ആ മിലിറ്ററി ബേസിൽ എത്തിച്ചതിന് ശേഷം ജനറലും ടീമും അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റൊരു റൂമിലേക്ക് മാറ്റി. ഈ സമയം ചോദ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങളും വരുന്നുണ്ട് എന്നൊക്കെ റീഡ് പറയുന്നുണ്ട്. എന്നാൽ ജനറൽ അതിന് സമ്മതിക്കുന്നില്ല. ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരും വരണ്ട, നിങ്ങൾ ഈ റൂമിന്റെ അകത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫാന്റാസ്റ്റിക് ഫോറിനെ ഒരു റൂമിന്റെ അകത്താക്കിയിട്ട് ജനറൽ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവര് സിൽവർ സർഫറിനെ മറ്റൊരു റൂമിൽ ലോക്ക് ചെയ്തിട്ട് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയം റീഡും കൂട്ടരും വേറൊരു ചർച്ചയിലാണ്. സിൽവർ സർഫർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അവനല്ല ഡെസ്ട്രോയർ എന്ന്. അതുകൊണ്ട് അവന്റെ വായിൽ നിന്ന് തന്നെ ആ ഡെസ്ട്രോയർ ആരാണെന്ന് കണ്ടെത്തണം. പക്ഷെ അവർക്ക് നേരിട്ട് ആ റൂമിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് റീഡ് പറയുന്നത് സൂസന്റെ അടുത്ത് ഇൻവിസിബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയം തന്നെ സിൽവർ സർഫറിന് ആ ചോദ്യം ചെയ്യലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു മിലിറ്ററി ലേഡി ജനറലിന്റെ അടുത്തേക്ക് വരുന്നത്. ഡോക്ടർ ഡൂമിനെ നിങ്ങളെ കാണണം എന്നാണ് പറയുന്നത് എന്നാണ് അവൾ ജനറലിന്റെ അടുത്ത് പറയുന്നത്. അതേക്കുന്ന ജനറൽ ആണെങ്കിൽ ആ ചോദ്യം ചെയ്യലൊക്കെ തൽക്കാലം അവസാനിപ്പിച്ചിട്ട് അവരെല്ലാവരും പുറത്തേക്ക് പോവാണ്. ഇപ്പൊ ആ റൂമിൽ സിൽവർ സർഫർ മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ സൂസൻ ഇൻവിസിബിൾ ആയിട്ട് അയാളുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആരാണ് ഈ ലോകം തകർക്കാൻ ശ്രമിക്കുന്നത്? ഇനിയെങ്കിലും നീ അത് ഞങ്ങളോട് തുറന്നു പറയണം എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം സിൽവർ സർഫർ ആ സത്യം മൊത്തം പറയാൻ തുടങ്ങി. ആ ഡെസ്ട്രോയറിന് പല പേരുകളാണുള്ളത്. ഞങ്ങളുടെ ആൾക്കാർ അവനെ വിളിക്കുന്നത് ഗാലക്ടസ് എന്നാണ്. അവന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ തെർമൽ എനർജിയും ഓർഗാനിക് എനർജിയും ആവശ്യമാണ്. അതായത് അവന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഗ്രഹങ്ങളും ഭക്ഷിക്കണം എന്നാണ് സർഫർ പറയുന്നത്. അതേക്കുന്ന സൂസന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാനാണോ നിനക്ക് താല്പര്യം എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇത് എന്റെ ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല. ഞാൻ അവനെ സെർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ലോകവും ഞാൻ സ്നേഹിക്കുന്ന ഒരാളില്ലാതാവും. ഞാൻ നേരത്തെ നിന്നെ രക്ഷിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ കാരണം നിന്നെ കണ്ടപ്പോൾ ഞാൻ അവളെ ഓർത്തുപോയതാണ് എന്നാണ് സർഫർ അതിന് മറുപടി പറയുന്നത്. ഓക്കെ എനിക്ക് മനസ്സിലായി. എങ്കിൽ നിനക്ക് ആ ഗാലക്ടസിനെ തടയാൻ വേണ്ടി ഞങ്ങളൊന്ന് സഹായിച്ചൂടെ? നിനക്ക് തന്നെ അവനെ സ്റ്റോപ്പ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അവൾ വീണ്ടും ചോദിക്കുന്നു. ഇല്ല, അത് പറ്റത്തില്ല. ഞാനല്ല ഗാലക്ടസിനെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവനെ ഈ ഗ്രഹത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്റെ പവർ സോഴ്സ് ആയ ബോർഡാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ ആ ഗാലക്ടസ് ആണെങ്കിൽ ഓരോരോ ഗ്രഹങ്ങളും ഭക്ഷിച്ച് നേരെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ജനറൽ ആണെങ്കിൽ ഡോമിന്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ഏലിയനെ പിടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡോം അവരുടെ അടുത്തൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡോമിന് സിൽവർ സർഫിന്റെ ആ ബോർഡിൽ ഒരു പരീക്ഷണം നടത്തണം. ആ ഒരു ആവശ്യമാണ് അവനിപ്പോ പറയുന്നത്. ജനറൽ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജനറൽ ഡോമിനെയും കൂട്ടി ആ ബോർഡ് വെച്ചിരിക്കുന്ന റൂമിലേക്കാണ് ചെല്ലുന്നത്.
എന്നാൽ ആ ബോർഡ് കണ്ടെത്തി കഴിയുമ്പോൾ ഡൂമിന്റെ സ്വഭാവം മാറി. അവൻ ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഷോക്ക് അടിപ്പിച്ച് തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം അവൻ അവിടുത്തെ ആ ചാമ്പർ തുറന്നിട്ട് ആ ബോർഡ് പുറത്തേക്ക് ഇറക്കി. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ ബോർഡിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഈ സമയത്താണ് ആ ജനറൽ എഴുന്നേൽക്കുന്നത്. ഡൂം അതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന കാണുമ്പോൾ അയാൾ അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഡൂമിന് ഇപ്പൊ ആ ബോർഡിന്റെ പവറും കൂടെ കിട്ടിയിട്ടുണ്ട്. അവൻ അത് വെച്ചിട്ട് ആ ജനറലിനെ കൊന്നുകളയാണ്. അതിനുശേഷം ആ സ്ഥലം മൊത്തം തകർത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്താണ് റീഡും കൂട്ടരങ്ങോട്ട് വരുന്നത്. അവര് നോക്കുമ്പോൾ ജനറൽ മരിച്ചു കിടക്കാണ്. മാത്രമല്ല ഡൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഡൂമിനെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാവും. ഈ സമയം ബെൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അത് കേൾക്കുമ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് റീഡ് അവന്റെ കയ്യിലുള്ള ഡിവൈസിൽ പ്രസ് ചെയ്യാണ്. നമ്മുടെ ഈ സിനിമയുടെ തുടക്കത്തിൽ റീഡിന്റെ ലാബിൽ ഒരു സാധനം മൂടിയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലായിരുന്നു. അത് അവർക്ക് വേണ്ടി റീഡ് ഉണ്ടാക്കിയ പുതിയൊരു ജെറ്റാണ്. അവൻ ആ ഡിവൈസിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ജെറ്റ് ഓൺ ആവുകയും ചെയ്തു. അങ്ങനെ റീഡും കൂട്ടരും നേരെ പോകുന്നത് ആ സർഫറിനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്കാണ്. അതിനുശേഷം അവിടുത്തെ ആൾക്കാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ അവനെ മോചിപ്പിച്ചിട്ട് അവരെ നേരെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവരുടെ പുതിയ ജെറ്റ് അങ്ങോട്ട് എത്തി. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ ആ ജെറ്റിലേക്ക് കയറിയിട്ട് നേരെ ഡൂമിന്റെ പുറകെ പോവാണ്. അങ്ങനെ കുറെ നേരത്തെ സെർച്ചിന് ശേഷം അവർ ഡൂമിനെ കണ്ടെത്തി. അവർ തമ്മിലുള്ള ആ ഫൈറ്റ് ആരംഭിച്ചു. എന്നാൽ ഡൂമിനിപ്പം ആ ബോർഡിന്റെ പവറും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം റീഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പുതിയ ജെറ്റ് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിപ്പോ 3 ഭാഗങ്ങളായിട്ടാണ് അവിടെ നിന്ന് പറന്നു പോകുന്നത്. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ചൈനയിലെത്തി. ഇപ്പൊ അവർ അവിടുത്തെ വൻമതിലൊക്കെ തകർത്തിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ റീഡ് ആണെങ്കിൽ ഡൂമിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നീ നിന്റെ കയ്യിലുള്ള ബോർഡ് ഞങ്ങൾക്ക് തരണം. ആ ബോർഡ് കാരണമാണ് ആ ഗാലക്ടീസ് ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ റീഡ് പറയുന്നുണ്ട്. എന്നാൽ ഡൂം ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഫൈറ്റിനിടയിലാണ് ഡൂം എല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നത്. അങ്ങനെ അവരെല്ലാവരും നേരെ ചെന്ന് വീഴുന്നത് സിറ്റിയിലേക്കാണ്. അങ്ങനെ എല്ലാവരും താഴെ വീണ് കഴിയുമ്പോൾ ഡൂം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അവനൊരു സ്പിയർ ഉണ്ടാക്കി ആ സിൽവർ സർഫറിന് നേർക്കറിയാണ്. എന്നാൽ അത് കാണുന്ന സൂ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ സ്പിയറിന്റെ മുന്നിലേക്ക് നിൽക്കുന്നു. അവൾ അതിനെ തടയാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവളുടെ പവർ കൊണ്ട് അത് തടയാൻ അവൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സ്പിയർ അവളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അതോടുകൂടെ അവൾ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ഇപ്പൊ സൂവിന്റെ അടുത്തെത്തി. എത്രയും പെട്ടെന്ന് ഡൂമിനെ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കയ്യിന്ന് പോകും. പക്ഷെ അവർക്ക് ഓരോരുത്തരായിട്ട് അവനോട് ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ എല്ലാവരുടെയും ശരീരത്തിൽ ഒരുമിച്ചൊന്ന് ടച്ച് ചെയ്യാണ്. അതോടുകൂടെ എല്ലാവരുടെയും പവർ അവന്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. ഈ സമയമാകുമ്പോഴേക്കും ആ ഗാലക്ടസ് ആണെങ്കിൽ ഭൂമിയുടെ തൊട്ടടുത്തെത്തി. അതിപ്പോ ഭൂമിയെ വിഴുങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാണ് ഡൂം. ഈ സമയത്താണ് ജോണി ഡൂമിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ജോണി ഇപ്പം റബ്ബർ പോലെ വലിഞ്ഞു നീണ്ട് അവനിങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവൻ ബെന്നിന്റെ പവർ ഉപയോഗിച്ചിട്ട് ഡൂമിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം ഇങ്ങനെ ചുറ്റി വരിഞ്ഞു കഴിയുമ്പോൾ ഡൂമിന്റെ കാലിൽ നിന്നും ആ ബോർഡ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ബോർഡ് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവന് ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജോണി ആണെങ്കിൽ അവനെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ബെൻ ഒരു ക്രെയിനുമായിട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ഡൂമിന് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ അവിടുത്തെ കടലിലേക്കാണ് തെറിച്ചു വീഴുന്നത്. അങ്ങനെ ജോണി താഴേക്ക് ലാൻഡ് ചെയ്തു. ഈ സമയം റീഡ് ആണെങ്കിൽ സൂസന്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവളിപ്പോ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും വിഷമത്തിലിരിക്കുകയാണ്. അതിനിടയിലാണ് ആ സിൽവർ സർഫർ അവന്റെ കൈ നീട്ടുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ ആ ബോർഡ് അവനിലേക്ക് എത്തി. അങ്ങനെ ആ ബോർഡ് വീണ്ടെടുത്തതിന് ശേഷം അവൻ നേരെ പോകുന്നത് സൂവിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവൻ അവളുടെ മുഖത്തിന് നേരെ കൈ നീട്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവനിപ്പോൾ റീഡിന്റെ അടുത്തൊരു കാര്യം പറയാണ്. ഇവളുമായിട്ട് പങ്കിട്ട ഓരോ നിമിഷവും എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ഇനി എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം അവളുടെ അടുത്ത് പറയണം. ഇവള് നേരത്തെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും ഒരു ചോയ്സ് ഉണ്ടെന്ന്. ഞാനാണ് ആ കാര്യം തെറ്റാണെന്ന് പറഞ്ഞത്. എന്നാൽ അവള് പറഞ്ഞത് ശരിയായിരുന്നു. എല്ലാ കാര്യത്തിനും ഒരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് ഞാൻ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് സിൽവർ സർഫർ നേരെ പോകുന്നത് ആ ഗാലക്ടസിന്റെ അടുത്തേക്കാണ്. എന്നാൽ ഗാലക്ടസ് ആണെങ്കിൽ ഇപ്പൊ ഭൂമിയെ വിഴുങ്ങാൻ തുടങ്ങാണ്. അതിന്റെ ആ ശക്തിയിൽ സിൽവർ സർഫറിന് അതിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ജോണി അവന്റെ പുറകെ ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ ജോണി അവനെ ആ ഗാലക്ടസിന്റെ അടുത്തേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സിൽവർ സർഫർ ഗാലക്ടസിന്റെ അടുത്തെത്തി. അതിനുശേഷം അവൻ അവന്റെ മുഴുവൻ ശക്തിയും സംഭരിക്കുകയാണ്. പിന്നീട് നടക്കുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയാണ്. അതിൽപ്പെട്ട് ആ ഗാലക്ടസ് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു. അങ്ങനെ ഭൂമിയെ നശിപ്പിക്കാൻ വന്ന സിൽവർ സർഫർ തന്നെ ഭൂമിയെ ഇപ്പൊ രക്ഷിച്ചു. അത് കണ്ടാകെ സന്തോഷത്തിൽ നിൽക്കാണ് താഴെ എല്ലാവരും. അങ്ങനെ ജോണി തിരിച്ച് താഴേക്ക് ലാൻഡ് ചെയ്തു. അവൻ താഴേക്ക് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവൻ അഭിനന്ദിക്കാൻ വേണ്ടി ബെൻ അവന്റെ ശരീരത്തിലൊന്ന് തട്ടുന്നുണ്ട്. എന്നാൽ ഇത്തവണ അവരുടെ പവേഴ്സ് പരസ്പരം സ്വിച്ച് ആവുന്നില്ല. അതിന്റെ കാരണം സിൽവർ സർഫർ തന്നെയാണ്. ജോണി ഇപ്പൊ അവനെ തള്ളി വിട്ടിട്ടില്ലായിരുന്നു. അതോടുകൂടെ അവന്റെ ശരീരം ഇപ്പൊ നോർമൽ അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ടാണ് അവരുടെ പവേഴ്സ് ഇപ്പൊ സ്വിച്ച് ആവാത്തത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. എല്ലാവരും തിരിച്ച് നാട്ടിലെത്തി. സൂസൻ ആഗ്രഹിച്ച പോലെ തന്നെ അവളുടെയും റീഡിന്റെയും കല്യാണമാണ്. അങ്ങനെ ആ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിച്ച് അവരവരുടെ ജെറ്റിൽ കയറി അവിടെ നിന്ന് പോവാണ്. അത് കണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് താഴെ എല്ലാവരും. ഇനി കാണിക്കുന്നത് ഒരു മിഡ് ക്രെഡിറ്റ് സീനാണ്. നേരത്തെ നടന്ന പൊട്ടിത്തെറിയിൽ ആ സിൽവർ സർഫർ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്.
ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സിൽവർ സർഫറിന് ഒരു പേരുണ്ട്, നോറൻ എന്നാണത്. അവൻ അവന്റെ ആ ബോർഡ് വീണ്ടെടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.